മാഗസിൻ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സ്റ്റാഫ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ ഒരു സെഷനിലും നമ്മൾ നോക്കുന്നത്. ഇനി ആരൊക്കെയാണ് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റ് അംഗങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ആർട്ട് ഡയറക്ടർ. ആർട്ട് ഡയറക്ടറുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദി ആർട്ട് ഡയറക്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ആർട്ട് വർക്ക് ഇൻ ദ മാഗസീൻ. അതായത് ഒരു മാഗസിനിലെ ആർട്ട് വർക്കിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ആർക്കാണ്? ആർട്ട് ഡയറക്ടർക്കാണ്. ആർട്ട് ഡയറക്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഡിസൈൻ ഓഫ് ദ മാഗസീൻ. ഓക്കെ, ഒരു മാഗസിൻ്റെ രൂപകൽപ്പനയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ ചുമതലയും ആർക്കാണ്? ആർട്ട് ഡയറക്ടർക്കാണ്. The art director is an indispensable member of the staff because he or she is accountable to the designing of a magazine. Since design to a great extent adds to the success of the magazine, the role of the art director cannot be disregarded. It is the art director who decides how each page should be designed, where to place the photographs, whether it should bleed. All these things are decided by him or her. Okay, by the art director. ഒരു മാഗസിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ മാഗസിൻ ഓരോ പേജും രൂപകൽപ്പന ചെയ്യേണ്ടത്, ഫോട്ടോഗ്രാഫ്സൊക്കെ എങ്ങനെ വെക്കണം, അതുപോലെ എവിടെ വെക്കണം, അതിൽ എന്തൊക്കെ കളേഴ്സ് യൂസ് ചെയ്യണം, അങ്ങനെ അതിൻ്റെ ആ സ്റ്റോറിയുടെ അല്ലെങ്കിൽ ലേഖനത്തിൻ്റെ ഒരു സ്വഭാവത്തിനനുസരിച്ച രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ആർട്ട് ഡയറക്ടർക്കാണ്. കേട്ടോ, അപ്പോൾ ആർട്ട് ഡയറക്ടറാണ് ഒരു മാഗസിൻ്റെ രൂപകൽപ്പനയുടെ പൂർണ്ണ ചുമതലയും നിർവഹിക്കുന്ന വ്യക്തി. He or she works with a team of designers, photographers, picture editor and artists and gives instructions to them. Of course, there will be a team of designers to help him in order to carry out his jobs. അതായത് അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട്, ആർട്ട് ഡയറക്ടറെ സഹായിക്കാനായിട്ട് അദ്ദേഹത്തിന് കീഴിൽ കുറേ ഡിസൈനേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഡിസൈനേഴ്സിനും ഫോട്ടോഗ്രാഫേഴ്സ്, പിക്ചർ എഡിറ്റർ, അതുപോലെ ആർട്ടിസ്റ്റ് ഇവർക്കെല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതും ആരാണ്? ആർട്ട് ഡയറക്ടറാണ്. ഇവരെല്ലാം അദ്ദേഹത്തെ മാഗസിൻ ഡിസൈൻ ചെയ്യുന്നതിൽ സഹായിക്കുന്നവരാണ്. അപ്പോൾ മാഗസിൻ ഡിസൈൻ ചെയ്യുന്നവരിൽ സഹായിക്കുന്ന ടീമിൽ ആരൊക്കെ ഉണ്ടാവും? ഡിസൈനേഴ്സും പിക്ചർ എഡിറ്റേഴ്സ്, ആർട്ടിസ്റ്റ്, ഇലസ്ട്രേറ്റേഴ്സ് ഇവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർക്കെല്ലാം ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക എന്നതും ആർട്ട് ഡയറക്ടറുടെ ഉത്തരവാദിത്തമാണ്. He or she is responsible for the magazine's visual appeal. ഒരു മാഗസിൻ്റെ ഓവറോൾ അപ്പിയറൻസ് അല്ലെങ്കിൽ ഓവറോൾ ലുക്ക് എങ്ങനെയായിരിക്കണം എന്ന് നിർണ്ണയിക്കുന്നത് ആരാണ്? ആർട്ട് ഡയറക്ടറാണ്. ആർട്ട് ഡയറക്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മാഗസീൻസ് ഓവറോൾ ലുക്ക്. അതിൻ്റെ ആകമാനമായ ഒരു രൂപം, ഒരു മാഗസിൻ്റെ രൂപം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ആർട്ട് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച രീതിയിൽ ഒരു മാഗസിൻ ഡിസൈൻ ചെയ്യാനായിട്ട് ആർട്ട് ഡയറക്ടർക്ക് സാധിക്കും. നെക്സ്റ്റ്, ഡിസൈനേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഡിസൈനേഴ്സ് ആരുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്? ആർട്ട് ഡയറക്ടറുടെ കീഴിലാണ്. ആർട്ട് ഡയറക്ടറെ സഹായിക്കാൻ ഒരു ടീം ഓഫ് ഡിസൈനേഴ്സ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ദി ഡിസൈനേഴ്സ് വർക്ക് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദി ആർട്ട് ഡയറക്ടർ. ആർട്ട് ഡയറക്ടറുടെ കീഴിൽ ഡിസൈനേഴ്സ് വർക്ക് ചെയ്യുന്നു. അതായത് ഡിസൈനേഴ്സിൻ്റെ ജോലികൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുക എന്നതും ആർട്ട് ഡയറക്ടറുടെ ചുമതലയാണ്. അപ്പോൾ ആർട്ട് ഡയറക്ടറുടെ കീഴിലാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഡിസൈനേഴ്സ് എപ്പോഴും വർക്ക് ചെയ്യുക. They design the publication as per the instruction of the art director. They assist the art director in designing the magazine, in laying out each pages. അല്ലേ, ഓരോ പേജും എങ്ങനെയാണ് ലേ ഔട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൽ ആർട്ട് ഡയറക്ടറെ സഹായിക്കുന്ന ആൾക്കാരാണ് ഡിസൈനേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ വർക്ക് അക്കോർഡിംഗ് ടു ദി ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ബൈ ദി ആർട്ട് ഡയറക്ടർ. ആർട്ട് ഡയറക്ടർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഡിസൈനേഴ്സ് ജോലി ചെയ്യുക. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കുക.
ഇപ്പോൾ നമ്മൾ ആർട്ട് ഡയറക്ടറെ കുറിച്ചും അതുപോലെ തന്നെ ഡിസൈനേഴ്സിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. അപ്പോൾ കുറച്ച് കാര്യം നമുക്ക് മനസ്സിലാക്കണം. എങ്ങനെയാണ് മാഗസിൻ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പേജ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയണം അല്ലേ? അപ്പോൾ ജസ്റ്റ് നോക്കുക, ടെക്സ്റ്റ് മാറ്റർ, എനിക്ക് ആ ടെക്സ്റ്റ് മാറ്ററിൽ എന്താണോ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ആ പേജ് എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് നോക്കുക. ഈ ആർട്ട് ഡയറക്ടറുടെ കീഴിലാണ് ഡിസൈനേഴ്സ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഡിസൈനേഴ്സും ആർട്ട് ഡയറക്ടേഴ്സും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫേഴ്സ്, ഇവരെല്ലാം കൂടിയിട്ടുള്ള ഒരു ടീം വർക്കാണ് ഈ ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക്, അതായത് some art directors give full freedom to unleash their creativity, but some oversee every detail of the publication design. That depends upon the personality of the art director. അതായത് ചില ആർട്ട് ഡയറക്ടർ ഡിസൈനേഴ്സിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും ഡിസൈൻ ചെയ്യുന്നത്, ഓരോ പേജും ഡിസൈൻ ചെയ്യാനായിട്ട്. പക്ഷെ ചിലർ അങ്ങനെയല്ല, കൂടെ നിന്നുകൊണ്ട് ഓരോ സമയത്തും കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്ത, അതായത് ആർട്ട് ഡയറക്ടറുടെ ഒരു വ്യക്തിത്വത്തെ ആശ്രയിച്ചിരിക്കും അത്. ഇതാ ഇവിടെ നോക്കൂ, ഇത് 2 പേജസിലായിട്ടാണ്. ഇത് ശരിക്കും ഒരു മാഗസിൻ തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 പേജസ് ഇവിടെ കാണാൻ പറ്റും. ഈ 2 പേജസിലും കൂടിയിട്ടാണ് ഈ ഒരു ഫോട്ടോഗ്രാഫ് ഇവിടെ വെച്ചിട്ടുള്ളത്. കണ്ടോ, 2 പേജസിലും കൂടിയിട്ടായിട്ടാണ്. അതിൽ ഈ ഒരു പേജിലേക്ക് കുറച്ചും ഈ ഒരു പേജിൽ ഫുള്ളായിട്ട് നമുക്ക് കാണാം. അതുപോലെ ഇവിടെയാണ് ഇതിൻ്റെ മാർജിൻ എന്ന് പറയുന്നത്. ഈ മാർജിൻ മുകളിലോട്ടില്ല, ഇവിടെ മുകളിൽ മാർജിൻ ഉണ്ട് അല്ലേ, താഴെയുണ്ട്, സൈഡിലും ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഈ മാർജിൻ ഉണ്ട്. പക്ഷേ ഈ ഒരു ഫോട്ടോഗ്രാഫിൻ്റെ സൈഡിലേക്ക് മാർജിൻ ഇല്ല. അങ്ങനെ മാർജിനിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ് ഈ ഫോട്ടോഗ്രാഫ്. ഇത്തരത്തിൽ മാർജിനിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഫോട്ടോഗ്രാഫ് മാർജിനിലേക്കും കൂടി കയറി കിടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബ്ലീഡ് ചെയ്യുക എന്ന് പറയുക. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫ് ബ്ലീഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ബ്ലീഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഫോട്ടോസാണ്, കുറേ ഫ്രെയിംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, അതുപോലെ ടെക്സ്റ്റ് മാറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് ചെറിയ 2-3 ഫോട്ടോഗ്രാഫ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ടെക്സ്റ്റ് മാറ്റർ സിംഗിൾ കോളത്തിലായിട്ടാണ്, കോളം വിഡ്ത്ത് കുറച്ച് കൂടുതലുണ്ട്. ഇവിടുത്തെ കോളത്തിൻ്റെ വിഡ്ത്ത് അല്ല ഇവിടെ. അപ്പോൾ ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ കണ്ടോ, ഇതൊരു ഫുൾ ലെങ്ത്ത് അല്ലെങ്കിൽ ഫുൾ പേജ് ഒരു ഫോട്ടോഗ്രാഫ്. അതിനിവിടെ ഒരു ക്യാപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു പേജിൽ ഫുള്ള് ഇതുപോലെ ഫോട്ടോഗ്രാഫ്സ് ആണ് വെച്ചിട്ടുള്ളത്. അത് മുമ്പത്തെ ഇഷ്യൂസ് മാഗസിൻ്റെ ഏതൊക്കെയാണ്, അതിൻ്റെ ഒരു കവർ പേജസ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെ നോക്കൂ, ഇവിടെയും അതുപോലെ 2 പേജസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ 2 പേജസിലുമായിട്ടാണ് ഈ ഫോട്ടോഗ്രാഫും വന്നിട്ടുള്ളത്. അതിൽ ഇവിടെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 കോളത്തിലായിട്ട് ഇവിടെ ടെക്സ്റ്റ് മാറ്ററും കാണാം. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ്സ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൊരു പേജാണത്. ദെൻ ഇവിടെ നമുക്കൊരു മാഗസിൻ്റെ കവർ പേജാണ് കാണാൻ പറ്റുന്നത്. ഓൺട്രപ്രനർ എന്നുള്ളൊരു മാഗസിൻ്റെ കവർ പേജാണിത്. അപ്പോൾ കവർ പേജ് ഡിസൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കവർ പേജാണ് മാഗസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സെല്ലിംഗ് എലമെൻറ്റ് എന്ന് പറയുന്നത്. അതിനെ വിൽക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് തന്നെ എന്താണ്, വിൽപ്പനാ ഘടകം എന്ന് നമുക്ക് പറയാം. അതാണ് കവർ പേജ് എന്ന് പറയുന്നത്. അപ്പോൾ കവർ പേജ് ഡിസൈനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കവർ പേജ് കണ്ടിട്ടാണല്ലോ നമ്മൾ സാധാരണ ഒരു ന്യൂസ് സ്റ്റാൻഡിലൊക്കെ കിടക്കുമ്പോൾ നമ്മൾ മാഗസിൻ ഒന്നും വാങ്ങി അതിൻ്റെ ഉൾപേജസ് ഒന്നും നോക്കിയിട്ട് നല്ലൊരു മാഗസിൻ വാങ്ങിക്കുക. സാധാരണ അതിൻ്റെ കവർ പേജാണ് നമ്മളെ ഏറ്റവും അധികം അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ കവർ പേജ് ഡിസൈനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ ഇവിടെ നോക്കൂ, ഈ പേജിനകത്ത് ഇവിടെ നമുക്കൊരു ഫോട്ടോഗ്രാഫ് കാണാം. അതുപോലെ ഇതിനകത്ത് ഇവിടെ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടോ കുറച്ച് പൂക്കൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനിലാണ് ഈ ടെക്സ്റ്റ് മാറ്ററൊക്കെ വരുന്നത്. ആൻഡ് 3 കളേഴ്സ് ഹവ് ബീൻ യൂസ്ഡ് ഹിയർ. ബ്ലാക്ക് ഫോർ ടെക്സ്റ്റ് മാറ്റർ, ദെൻ വൈറ്റ് ഫോർ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് റെഡ് ഫോർ ഹൈലൈറ്റിംഗ്. അങ്ങനെ 3 കളേഴ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്കും വൈറ്റും റെഡും. ഇവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് റെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഹൈലൈറ്റ് ചെയ്ത പാരഗ്രാഫ്സ് നമുക്ക് കാണാം. പിന്നെ ടെക്സ്റ്റ് മാറ്ററിന് ബ്ലാക്കും ബാക്ക്ഗ്രൗണ്ടും വൈറ്റും ആണ്. അപ്പോൾ ഇതുപോലെ ഇവിടെ 2 ഫോട്ടോഗ്രാഫ്സ്. അപ്പോൾ ഈ പേജെല്ലാം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കുക. Again you can see a magazine page over here. 2 പേജസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ അതിനും ഇവിടെ കുറേയധികം ഫോട്ടോഗ്രാഫ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ്സ് ആണ് കൂടുതൽ ഈ പേജിനകത്ത്. ടെക്സ്റ്റ് മാറ്റർ എന്ന് പറയുന്നത് 2 കോളംസ് മാത്രമേ കാണാനുള്ളൂ. പിന്നെ അഗെയിൻ ഇവിടെ ഒരു ഫുൾ ലെങ്ത് ഫോട്ടോഗ്രാഫാണ്. അതുപോലെ ഇതും 2 പേജസ് തന്നെയാണ്. ഇവിടെ ഫുൾ ലെങ്ത്
ഫോട്ടോഗ്രാഫും അതുപോലെ ഫുൾ പേജ് ഫോട്ടോഗ്രാഫ്, ഇവിടെ ടെക്സ്റ്റ് മാറ്ററും. അതിൻ്റെ ഇവിടെ കണ്ടോ എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. തിങ്കിങ് ബിഗ് എന്നാണ് അതിൻ്റെ ഹെഡ്ലൈൻ. അതിൽ ബിഗ് എന്നുള്ളത് വളരെ വലുതാക്കി തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പോർഷൻ, ഒരു 2-3 സെൻറ്റൻസിൽ 2-3 ലൈൻസ്, സെൻറ്റൻസ് അല്ല 2-3 ലൈൻസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് W കണ്ടോ വലുതായിട്ടാണ്. അങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പേജസും ഡിസൈൻ ചെയ്യുന്നതിൽ ആർട്ട് ഡയറക്ടർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണുള്ളത്. ഈ മാഗസിനെ വിഷ്വലി അപ്പീലിംഗ് ആക്കുന്നത് തന്നെ എന്താണ്, അതിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഓരോ പേജസും ഇത്തരത്തിൽ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർട്ട് ഡയറക്ടർക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ ടീമിനുമാണ്. ടീമിലെ ഡിസൈനേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു സക്സസ് എലമെൻറ്റ് ആണ്, മാഗസിൻ്റെ ഒരു സക്സസ് എലമെൻറ്റും കൂടിയാണ് ഡിസൈൻ എന്ന് പറയുന്നത്. ദെൻ വേറെ ആരൊക്കെയാണ് ഉണ്ടാവുക? എഡിറ്റോറിയൽ അസിസ്റ്റൻസ്. ഇനി ഇവരുടെ റോൾ എന്താണ് നമുക്ക് നോക്കാം. ദേ പ്രൊവൈഡ് സപ്പോർട്ട് ടു ദി എഡിറ്റേഴ്സ് ഇൻ ക്യാരിങ് ഔട്ട് ദെയർ വർക്ക്സ്. എഡിറ്റോറിയൽ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ജോലി എന്താണ്? ടു അസിസ്റ്റ് ദി എഡിറ്റർ ഇൻ ക്യാരിങ് ഔട്ട് ഹിസ് ഓർ ഹർ വർക്ക്. അതായത് എഡിറ്ററെ അല്ലെങ്കിൽ എഡിറ്റേഴ്സിനെ അവരുടെ കൃത്യനിർവഹണത്തിൽ സഹായിക്കുക എന്നതാണ് ആരുടെ ജോലി? എഡിറ്റോറിയൽ അസിസ്റ്റൻസിൻ്റെ ജോലി. They conduct research for gathering information. അതായത് they do research for finding out facts and other information for writing or preparing an article. ഒരു ലേഖനം തയ്യാറാക്കുന്നതിന് ആവശ്യമായ വിവരങ്ങളും വസ്തുതകളും ശേഖരിക്കാനുള്ള ഉത്തരവാദിത്തം ചിലപ്പോൾ ആർക്ക് കിട്ടും? എഡിറ്റോറിയൽ അസിസ്റ്റൻസിനാണ് ലഭിക്കുക. Fact check completed stories. It is their duty to fact check completed stories or to check the stories in order to find out factual errors, whether any factual errors have been crept into the story. ആ സ്റ്റോറിക്കകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ്, വസ്തുതാപരമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്വവും ആരുടെയാണ്? എഡിറ്റോറിയൽ അസിസ്റ്റൻസിനുണ്ട്. Then proofread copies and write short articles. They have to proofread the copies and sometimes they'll be asked to write short articles also. അതായത് പ്രൂഫ് റീഡ് ചെയ്യുക പറയുമ്പോൾ ഗ്രമാറ്റിക്കൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രിൻറ്റിങ്ങിന് തൊട്ട് മുമ്പായിട്ട് പ്രൂഫ് റീഡിങ് ചെയ്യും. അപ്പോൾ അതെല്ലാം മിസ്റ്റേക്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ ചെറിയ ലേഖനങ്ങളൊക്കെ എഴുതാനായിട്ടും ചിലപ്പോൾ അവരോട് ആവശ്യപ്പെടും. ദെൻ നെക്സ്റ്റ് ഇസ് പ്രൊഡക്ഷൻ മാനേജർ. പ്രൊഡക്ഷൻ മാനേജറുടെ ജോലി എന്താണ്? പേര് പോലെ തന്നെ പ്രൊഡക്ഷൻ മാനേജർ ഇസ് ദ പേഴ്സൺ ഹു ഇസ് റെസ്പോൺസിബിൾ ഫോർ പ്രിൻറ്റിംഗ് ദ മാഗസിൻ. ഒരു മാഗസിൻ്റെ അച്ചടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തവും പ്രൊഡക്ഷൻ മാനേജർക്കാണ്. അദ്ദേഹമാണ് അതിൻ്റെ പ്രിൻറ്റിങ് അല്ലെങ്കിൽ അച്ചടിക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? പ്രൊഡക്ഷൻ മാനേജർക്കാണ്. The production manager sets deadlines for the submission of text matter, photographs, design and so on. അതായത് അച്ചടിക്കുന്നതിന് തൊട്ട് മുമ്പ് എല്ലാം കൃത്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസൈൻ എല്ലാം കംപ്ലീറ്റ് ആണ്, ടെക്സ്റ്റ് മാറ്റർ എല്ലാം ശരിയായിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഈ അച്ചടിക്കുന്നതിന് തൊട്ട് മുമ്പ് എല്ലാം വളരെ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാം അവിടെ കറക്റ്റാണ് എന്ന് ഉറപ്പ് വരുത്താനുള്ള ഉത്തരവാദിത്വവും ആരുടേതാണ്? പ്രൊഡക്ഷൻ മാനേജർക്ക് ഉണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫും അവരുടെ ഫങ്ഷൻസും എന്താണ് എന്നുള്ള ഒരു ടോപ്പിക്ക് അവസാനിക്കുകയാണ് കേട്ടോ.